CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിൽ ഗുരുതര വീഴ്ചയെന്നു കണ്ടെത്തൽ. ഓൺ സ്ക്രീൻ മാർക്കിംഗ് ട്രയൽ റണ്ണിൽ തന്നെ പിഴവുകൾ കണ്ടെത്തിയെന്നാണ് ആഭ്യന്തര റിപ്പോർട്ട്. ഈ മുന്നറിയിപ്പ് അവഗണിച്ചാണ് പ്രധാന പരീക്ഷയിലും CBSE OSM ഉപയോഗിച്ചത്. ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്യാൻ കരാർ നൽകിയതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം കോൺഗ്രസ് ശക്തമാക്കി. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ദില്ലിയിലെ 5 സ്കൂളുകളിൽ ഓൺ സ്ക്രീൻ മാർക്കിംഗിന്റെ ട്രയൽ റൺ നടത്തിയത്. മൂല്യനിർണ്ണയം നടത്തുമ്പോഴും ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്യുമ്പോഴും പിഴവുകൾ ഉണ്ടാകുമെന്ന് ട്രയൽ റണ്ണിൽ കണ്ടെത്തിയിരുന്നു. ആഭ്യന്തര റിപ്പോർട്ട് അവഗണിച്ചാണ് 12ാം ക്ലാസ് പരീക്ഷയിൽ CBSE OSM നിർബന്ധമാക്കിയത്. ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്യാൻ ഹൈദരാബാദ് ആസ്ഥാനമായ കോംപ്റ്റ് എഡ്യൂടെക്കിനായിരുന്നു CBSEയുടെ കരാർ. കരാറിലും ടെൻഡറിലും ക്രമക്കേടുണ്ടെന്നാണ് പ്രതിപക്ഷാരോപണം. മൂന്നാമത് നടത്തിയ ടെൻഡറിലാണ് കോംപ്റ്റ് എഡ്യൂടെക്കിന് കരാർ ലഭിച്ചത്. കമ്പനിക്കായി നിബന്ധനകൾ പലതും ഇളവ് ചെയ്തു. സ്കാനിംഗ് ക്വാളിറ്റിയിലും ടെൻഡറിൽ പങ്കെടുക്കുന്ന കമ്പനികളുടെ യോഗ്യതയിലും കോംപ്റ്റിന് ഇളവ് ലഭിച്ചു. കരാർ നൽകിയതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. നരേന്ദ്രമോദി മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും നശിപ്പിച്ചുവെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ലോക നേതാവിന് ഒരു പരീക്ഷ പോലും നടത്താൻ കഴിവില്ലെന്നും പരിഹാസം. വിമർശനങ്ങൾ ശക്തമായതോടെ OSM കരാർ വിവരങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ദില്ലിയിലെ CBSE ആസ്ഥാനത്തേക്ക് NSUI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. റിപ്പോർട്ടർ, ദില്ലി.